എൽദോ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 11 പേർക്ക് മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഏറെ ദുഃഖകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. എൽദോ 11 പേർക്ക് ഈ ഒരു അപകടത്തിൽ ജീവഹാനി സംഭവിച്ചിരിക്കുന്നു. 2 ഹോസ്പിറ്റലായിട്ടാണ് ഈ പരിക്കേറ്റവരെ മാറ്റിയിരുന്നത്. ബോവറിംഗ് ഹോസ്പിറ്റൽ, ഒപ്പം തന്നെ വൈദേഹി ഹോസ്പിറ്റൽ. 19 പേരെയാണ് ബോവറിംഗ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത്. അവിടെ ഉണ്ടായിരുന്ന 7 പേർ മരണപ്പെട്ടിരിക്കുന്നു. 8 പേരെ വൈദേഹി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ 4 പേർ മരണപ്പെട്ടിരിക്കുന്നു. അങ്ങനെ 11 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ വാർത്തയാണ്. എൽദോ ഈ ആഘോഷ പരിപാടിക്കിടെ വരുന്നത് 11 മരണം ഉണ്ടായിരിക്കുന്നു. നിലവിൽ 27 പേരെയാണ് 2 ഹോസ്പിറ്റലുകളിലായി മാറ്റിയിരുന്നത്. 2 ഹോസ്പിറ്റലായി 27 പേരിൽ 11 പേർ മരിച്ചിരിക്കുന്നു. ഇതിൽ 16 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 27 പേരെ ഇതിനോടകം തന്നെ 2 ഹോസ്പിറ്റലുകളായി മാറ്റിയിട്ടുണ്ട്. 20 പേർക്ക് 16 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ള ഏറെ ദുഃഖകരമായിട്ടുള്ള, ഏറെ വിഷമകരമായിട്ടുള്ള വാർത്തയാണ് എൽദോ ഇപ്പോൾ പുറത്തു വരുന്നത്. RCBക്ക് സ്വീകരണം നൽകുന്നതിനിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു ദുരന്തം ഒരു വലിയ ദുരന്തമായി മാറുന്നു എന്നുള്ളതാണ്. 18 വർഷത്തിന് ശേഷം ലഭിച്ച ഈ ഒരു കന്നിക്കിരീടം അത് വലിയ ആഘോഷമാക്കാൻ എത്തിയ ആരാധകർക്ക് മുന്നിൽ വലിയൊരു ദുരന്തമായി മാറുന്നു ഈ ഒരു ആഘോഷ പരിപാടികൾ എന്നുള്ളത് തന്നെയാണ്. നിലവിൽ 11 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 11 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു വലിയ ദുരന്തമായി മാറിയിരിക്കുന്നു ഈ ആഘോഷ പരിപാടികൾ എന്നുള്ളതാണ് എൽദോ. നിരവധി പേരെയാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് നിന്നും ആംബുലൻസിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. മിഥുൻ സൂചിപ്പിച്ചതുപോലെ 11 പേരുടെ മരണം ഏറെക്കുറെ സ്ഥിരീകരിക്കുന്ന സാഹചര്യം. ചിന്നസ്വാമി സ്റ്റേഡിയം ഒരു വിജയാഘോഷത്തിന്റെ നിമിഷമായി മാറേണ്ടിയിരുന്ന സമയത്താണ് ഇപ്പോൾ അതെ ഒരു ദുരന്ത വേദിയായി മാറുന്നത്. 18 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ചാമ്പ്യന്മാരായപ്പോൾ അതിന്റെ ആഘോഷത്തിന് തടിച്ചുകൂടിയ ആരാധകരിൽ 11 പേരുടെ ജീവൻ ഇതിനോടകം നഷ്ടമായി എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത ബംഗളൂരുവിൽ നിന്നും വരുന്നു. വിജയാഘോഷത്തിന് വീട്ടിൽ നിന്നിറങ്ങിയവരാണ് ഇപ്പോൾ ഈ മരിച്ച 11 പേർ എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. ആഘോഷം നിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീം അംഗങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. വിധാൻ സൗദയിൽ നിന്ന് ചിന്നസ്വാമിയിലേക്ക് പോകാതെ നേരിട്ട് ഹോട്ടലിലേക്ക് മടങ്ങുകയായിരുന്നു ടീം അംഗങ്ങൾ. ഈ ദുരന്തം നടന്നത് അത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ പരിസരത്തിൽ തന്നെയല്ലേ മിഥുൻ, അതോ വിധാൻ സൗദയ്ക്ക് സമീപമാണോ? എൽദോ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപത്താണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. അതായത് വിധാൻ സൗദിയിലേക്ക് താരങ്ങൾ പുറപ്പെട്ടതിന് പിന്നാലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിനകത്തേക്ക് ആരാധകരെ പ്രവേശിപ്പിക്കാനുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി 3 കവാടങ്ങളിലൂടെയായിരുന്നു ആരാധകരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത്. ഇതിൽ ഒരു കവാടത്തിലാണ് വലിയ തിക്കും തിരക്കും ഉണ്ടായത്. ഈ സമയം നിരവധി പേർ താഴേക്ക് പതിക്കുകയും നിരവധി പേർക്ക് ശ്വാസം തടസ്സമുണ്ടാവുകയും നിരവധി പേർ കുഴഞ്ഞു വീഴുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലെ കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഈ സമയം വലിയ ഉന്തും തള്ളും ഉണ്ടാവുകയും പോലീസ് ചില വാക്കേറ്റത്തിലേക്ക് ആരാധകർ എത്തുകയും ചെയ്തു. ഈ സമയമാണ് വലിയൊരു അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. ആ സമയത്ത് അവിടെ നിന്ന് ആളുകളെ ഈ കുഴഞ്ഞു വീണ ആളുകളെ പുറത്തേക്ക് എടുത്തുകൊണ്ട് മറ്റാരാധകരും ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒക്കെ ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നൽകുന്നതും നമ്മൾ കാണുകയും ചെയ്തതാണ്. തുടർന്ന് ആംബുലൻസിൽ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് 2 ആശുപത്രികളിലായി 27 പേരെ ഇതിനോടകം നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 27 പേരെയാണ് 2 ആശുപത്രികളിലായി മാറ്റിയിട്ടുള്ളത്. ഇതിൽ 11 പേർക്ക് ജീവഹാനി സംഭവിച്ചിരിക്കുന്ന മരണം സംഭവിച്ചതായിട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത്. അതിൽ 16 പേരുടെ നില വളരെ ഗുരുതരമായി തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും 2 ഹോസ്പിറ്റലായി ബോവറിംഗ് ഹോസ്പിറ്റലിൽ 7 പേരും വൈദേഹി ഹോസ്പിറ്റലിൽ 4 പേർക്കും ജീവഹാനി സംഭവിച്ചിരിക്കുന്നു, മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച്. 50ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ആഘോഷ പരിപാടിയിൽ 50ലധികം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. വിവിധ ആശുപത്രികളിലായി ഇവരെയൊക്കെ മാറ്റിയിട്ടുണ്ട്. പലരും തളർന്നു വീഴുകയായിരുന്നു, കുഴഞ്ഞു വീഴുകയായിരുന്നു. ഈ കുഴഞ്ഞു വീണ പലരുമാണ് മരിച്ചിരിക്കുന്നത്. അതിലൊരു സ്ത്രീയും ഒരു കുട്ടിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അല്പസമയത്തിന് മുമ്പ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞതുപോലെ തന്നെ പ്രതീക്ഷത്തിലും അപ്പുറം ആരാധകർ ഈ ഒരു പരിപാടിയിൽ, ആഘോഷ പരിപാടിയിലേക്ക് എത്തി. പോലീസ് നന്നേ ശ്രമിച്ചു, പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ഈ സംഭവത്തിൽ എന്ത് വീഴ്ച സംഭവിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നടത്തുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും